ഹലോ സുഹൃത്തുക്കളെ, വേൾഡ് കപ്പിൽ ഇന്നലെ പോർച്ചുഗലിന്റെ മത്സരം കണ്ടങ്ങളെ. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകോത്തര പ്ലെയർ ഈ വേൾഡ് കപ്പോടെ വിരമിക്കുന്ന പോർച്ചുഗൽ എന്ന ടീമിനെ ലോകത്തിന്റെ ഉന്നതിയിൽ എത്തിച്ച ആ പ്ലെയറെ ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് ഇന്നലെ കാണാൻ കഴിയും. നിങ്ങൾക്ക് അനുഭവപ്പെട്ടോന്ന് അറിയില്ല. എന്തുകൊണ്ടും റൊണാൾഡോ ഒരു വേറിട്ട് നിൽക്കണ മാതിരി, അദ്ദേഹത്തെ ഒരു കൂട്ടി യോജിപ്പിക്കാതെ ഒരു ഒറ്റപ്പെടുത്തുന്ന മാതിരിയൊരു രീതിയിലാണ് ഇന്നലെ അനുഭവപ്പെട്ടത് എന്ന് കുറെ ആളുകൾ അഭിപ്രായമുണ്ട്. ഇത് സോഷ്യൽ മീഡിയ അവതാരകരുടെ മാത്രം അഭിപ്രായമാണോ അതോ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. വേൾഡ് കപ്പിൽ ഇന്നലെ പോർച്ചുഗലിന്റെ മത്സരം അതില് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ബോൾ ഇട്ട് കൊടുക്കാതെ പിന്നെ മാറ്റി ഫീൽ ചെയ്ത് നല്ല ഫീൽ ചെയ്ത്. അതിപ്പോ സീനിയർ പ്ലെയർ ആണല്ലോ. ഇപ്പോ പോർച്ചുഗലിന്റെ ഒരു പിന്നെ നാഷണൽ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോയാണ് പോർച്ചുഗലിനെ ഉയർത്തിയത്. ഏറ്റവും യൂറോപ്പ് കൺട്രി ആയാലും ഏറ്റവും ചെറുതായിട്ടുള്ളൊരു ടീമായിരുന്നു പോർച്ചുഗൽ. ഇപ്പൊ ഇത്രക്കും ഫാൻസും അതുപോലെ നല്ലൊരു ഉയർത്തി കൊണ്ടുവന്ന ക്രിസ്ത്യാനോ ആണ്. എന്നിട്ട് ലാസ്റ്റ് വേൾഡ് കപ്പ് ലാസ്റ്റാണ്, വിരമിക്കാൻ പോവാണ്. അപ്പോഴേക്ക് ഒന്ന് താത്തി കെട്ടിയ പോലെ തോന്നി, ഫീൽ ചെയ്ത്. ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇപ്പുറത്തെ അർജന്റീന ആയാലും ഇപ്പൊ മെസ്സിനെ അവര് കൂടുതലായിട്ട് ഉയർത്താൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനോ താത്തന പോലെ തോന്നി. നമുക്കൊരു സങ്കടമുണ്ട്. ഞാൻ അർജന്റീന ഫാൻസ് ആണ്, മെസ്സി ഫാനാണ്. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ കളിയൊക്കെ ഒന്ന് ഇവരൊക്കെ ഒന്ന് വിരമിക്കാൻ പോവാണല്ലോ. അപ്പോൾ അതെ നമ്മൾ ഇത്ര അല്ല കളി ഫീൽ ചെയ്ത് ഇങ്ങനല്ല. അതായത് ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും ഇവർക്കൊന്നും ക്രിസ്ത്യാനോ തീരെ ഒരു റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്നില്ല. എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ തോന്നി, മനസ്സിൽ തോന്നി. ഇന്നലെ പിന്നെ പോർച്ചുഗലിന്റെ മത്സരം കണ്ടിനോ? അതിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത്? ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു ഒറ്റപ്പെട്ട രീതിയിലൊരു അനുഭവം ഉണ്ടായോ? എന്താണ് നിങ്ങൾക്ക് എന്താ അനുഭവപ്പെട്ടത്? കളി പക്ക ബോറായിരുന്നു. ഫസ്റ്റ് കളി തന്നെ ഒരു മാതിരി ഇതാണ് കളിച്ചത് പോലെ. ഒരു ഫുള്ള് തിരിഞ്ഞു കളിക്കലും. ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ പാസ് കൊടുക്കണേ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ബോൾ വരെ കിട്ടിയില്ല. ക്രിസ്ത്യാനോക്ക് മനഃപൂർവ്വം പാസ് കൊടുക്കാത്തൊരു അനുഭവം ഉണ്ടായോ അതോ എന്താണ് ഫീൽ ചെയ്തത്? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിന്. ഓല് പ്ലാനിങ് ഇല്ലാണ്ടാ കളിച്ചത്. പിന്നെ ഓല് ഉള്ളിൽ തന്നെ ഒരു അസൂയുള്ള പോലെ കളിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോനായിട്ട് ഓൽക്ക് പാസ് കൊടുക്കാതെ മറ്റേ ഓലെ ബാക്കിയുള്ള ടീമാരൊക്കെ കളിക്കുക. റൊണാൾഡോക്ക് ടീം അംഗങ്ങളുടെ അടുത്ത് നിന്ന് കടുത്ത അവഗണനയാണ് നേരിട്ടത്. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലും എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിലും അതുപോലെ തന്നെ എതിർ ടീമിന്റെ അടുത്ത് 8 പാസോളം കിട്ടി എന്നാണ് കാണുന്നത്. സ്വന്തം ടീമിന്റെ അടുത്ത് കിട്ടിയിട്ടില്ല. 2 പാസ് മാത്രമാണ് കിട്ടിയത്. അത്രയും നല്ലൊരു പ്ലെയർ എന്ന നിലയില് നല്ലൊരു അവഗണനയാണ് ഫീൽ ചെയ്തത്. അപ്പൊ അടുത്ത 2 മച്ചന്മാരെ കിട്ടീനെ. ഇന്നലെ പോർച്ചുഗലിന്റെ മത്സരം കണ്ടിനോ? അപ്പൊ കളി കണ്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു പന്തിട്ട് കൊടുക്കാത്തൊരു അവസ്ഥ ഫീൽ ചെയ്തു. നിങ്ങള് ഏത് ടീമിന്റെ ആരാധനാണ്? ഞാൻ പോർച്ചുഗലാണ്. അത് ശരി. അപ്പൊ എന്താ അഭിപ്രായം ടീമിനെ കുറിച്ച്? ടീമിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. തിരിച്ചു വരും. അടുത്ത എന്തായാലും കമ്പേക്ക് അടിക്കണോ? അത്രേ ഉള്ളൂ. ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന ഒരു ഫാമിലിനെ കണ്ടുമുട്ടിനെ. ഇന്നലത്തെ പോർച്ചുഗലിന്റെ മത്സരം കണ്ടിനോ? അത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ബോൾ കിട്ടാത്തൊരു അനുഭവം മനഃപൂർവ്വമായിട്ട് കിട്ടിയുള്ളൂ. പോരാ, ക്രിസ്ത്യാനോ ആരാധകർക്ക് അത് ഭയങ്കര വീക്കായ കാര്യമാണ്. മെസ്സിന്റെ ഒക്കെ വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ വളരെ വീക്കാണ്. മെസ്സി ക്രിസ്ത്യാനോ കാലം കഴിഞ്ഞ് സത്യം പറയണ അവസാന വേൾഡ് കപ്പാണ്. എങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു ആരാധകർക്ക് ഭയങ്കര അടിയാണ്. അപ്പൊ അടുത്തൊരു മത്സരം കണ്ടുമുട്ടീനെ. ഇന്നലെ പോർച്ചുഗലിന്റെ മത്സരം കണ്ടോ? എന്താ കളി ഫീൽ ചെയ്തത്? കാരണം പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ബോൾ ഇട്ട് കൊടുക്കാതെ ഒരു ഒഴിച്ചേർത്തേണ്ട ഒരു സാഹചര്യം അങ്ങനെ അനുഭവപ്പെട്ടോ? എന്താ കളിനെ കുറിച്ചുള്ള അഭിപ്രായം? ബോൾ കിട്ടാത്തതല്ല, അറ്റാക്കിലേക്ക് അധികം പോർച്ചുഗൽ കളിച്ചിട്ടില്ല. അതുപോലെ ഫീൽ ചെയ്തു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകോത്തര പ്ലെയറിനെ സ്വന്തം ടീമിൽ നിന്നും അവഗണന നേരിട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏവരുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. വരും മത്സരങ്ങളിൽ ക്രിസ്ത്യാനോക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിന് ഫുട്ബോൾ ലോകത്ത് നിന്നും നല്ലൊരു പടിയിറക്കം ആത്മാഭിമാനത്തോടെ പടിയിറങ്ങാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.